അറിയിക്കുകയാണ്. ബിഫോർ ദാറ്റ് വി വർ സെർവിങ് ഇൻ ബാംഗ്ലൂർ ആസ് എ യൂത്ത് പാസ്റ്റർ. ആ ചർച്ചിലെ ഞങ്ങളുടെ വിശ്വാസികൾ ഇവിടെ ഈ ആലയത്തിലുണ്ട്. ഞങ്ങളുടെ വന്ദനം അറിയിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ അബുദാബിയിൽ ജനിച്ച് വളർന്നപ്പോൾ അവിടുത്തെ ചർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത അനേകർ ഇവിടെയുണ്ട്. നിങ്ങളോടും ഞങ്ങളുടെ വന്ദനത്തെ ഈ പകൽക്കാലം അറിയിക്കുകയാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. We're going to look from the book of Isaiah, chapter 6 and verses 1 through 8. Book of Isaiah, chapter 6, verses 1 through 8. A very familiar passage for all of us. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഏറ്റവും കാതലായ ഒരു സ്ക്രിപ്ചർ പോർഷനാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചത്. ഒരു പക്ഷെങ്കിൽ അനേക ശുശ്രൂഷകളിൽ നാം കേട്ട് പരിചയിച്ച ഒരു സ്ക്രിപ്ചർ പോർഷൻ ആയിരിക്കാം ഇത്. ഒത്തിരി ദൂതുകൾ നമ്മൾ ഈ വചനത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ കർത്താവ് നമ്മളോട് മറ്റൊന്ന് ആഗ്രഹിക്കുന്നുണ്ട് സംസാരിക്കുവാൻ. അത് പ്രാപിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. Book of Isaiah is a very profound book, and it is also called one of those major prophetic books. അതിൻ്റെ വലുപ്പം കൊണ്ടല്ല, ഒരു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന മുഴുവനും തുറന്നു പറഞ്ഞ ഒരു പുസ്തകമായിട്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നത്. എന്നാൽ അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി വെച്ചേച്ച് ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലാത്ത ആരും ഇതിനകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ട് തന്നെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു ലക്ഷ്യബോധത്തോടെയാണ് നാം രക്ഷിക്കപ്പെട്ടത്. നാം ഓരോ ദിവസവും ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശുദ്ധീകരണത്തിലൂടെ പോകുന്നതിൻ്റെ കാര്യം സ്വർഗത്തിൽ പോകുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുള്ളത് കൊണ്ടാണ്. അത് ആഗ്രഹം ഉള്ളവരൊക്കെ ആ കാര്യം ഒന്ന് ഉയർത്തിക്കെട്ടാനും ശ്രദ്ധിച്ചേ. നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യണം. കാരണം ഞാൻ IPC തിയോളജിക്കൽ സെമിനാരിയിലെ ക്യാമ്പസ് പാസ്റ്ററും അവിടുത്തെ ശുശ്രൂഷയിൽ ഞാൻ കൈത്താങ്ങൾ ടീച്ചിങ്ങിലൊക്കെ കൊടുത്തതുകൊണ്ട് ആ ഒരു റെസ്പോൺസ് ഒന്ന് കിട്ടുകയാണെങ്കിൽ എനിക്ക് ശുശ്രൂഷയിൽ ഇവിടുത്തെ ശുശ്രൂഷയിലും എനിക്ക് അനുഗ്രഹമായിരിക്കും. സോ വി ഓൾ വോണ്ട് ടു ഗോ ടു ഹെവൻ. എന്നാൽ സ്വർഗത്തിൽ പോയാൽ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ നാം കാണുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ച മാത്രമായിരിക്കും. സ്വർഗത്തിൽ നാം കാണുന്നത് സൃഷ്ടികൾ മുഴുവനും അണിയറിഞ്ഞിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. എന്നാൽ ആ സ്വർഗത്തിൽ പോകുമ്പോൾ ആരാധനയുടെ കാഴ്ചക്കാരായി ഇരിക്കാനല്ല നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് നാം അവിടെ പോകുന്നത്. എന്നാൽ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ ഏത് പാട്ടാണ് പാടുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരമുണ്ട് കേട്ടോ. ഇവിടെ നാം പാടുന്ന പാട്ടുകളൊക്കെയും ഏറ്റവും മനോഹരമായ പാട്ടുകളാണ്. നമ്മുടെ വിടുതലിൻ്റെ പാട്ടുകളും നമ്മുടെ കെട്ടഴിയുന്ന പാട്ടുകളും നമുക്ക് വീണ്ടെടുപ്പിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ പാടുന്നവരാണ്. അതൊക്കെ അനുഗ്രഹമാണ്. എന്നാൽ സ്വർഗത്തിൽ പോകുമ്പോൾ ഏത് പാട്ടാണ് നമ്മൾ പാടുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നോക്കിയാൽ മതി. ലുക്ക് അറ്റ് ദിസ് സ്ക്രിപ്ചർ. We will see the song that we will all sing in one accord, in one tone, in one rhythm. It would be holy, holy, holy is the Lord Almighty. അത് ഈ സ്ക്രിപ്ചർ പോർഷനിൽ മാത്രമല്ല, മറ്റൊന്ന് ഒരിടത്തും കൂടി നമ്മൾ കാണുന്നുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സസ് 8. അവിടെ നാം കാണുന്നുണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പോൾ നിങ്ങൾ അതിലേക്ക് കിടക്കണ്ട, ജസ്റ്റ് റെഫറൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സസ് 1 through 8. So one song that we will all be singing together in heaven will be holy, holy, holy is the Lord Almighty. എന്നാൽ ഞാനൊന്ന് ചിന്തിക്കുകയിടയായി, why are they singing about the holiness of God? Is it because God asked them to do it? No. God did not ask them to sing about the holiness of God. But they sing it anyway because that's what's important in heaven. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവൻ്റെ വിശുദ്ധിയെ ദർശിക്കുമ്പോൾ അറിയാതെ അവൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പാട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആലയത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വർഷിപ്പിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ, വർഷിപ്പിന് വേണ്ടി ഇന്ന് പകൽക്കാലം ഒരുങ്ങി വന്നിരിക്കുമ്പോൾ വേറെ എന്തിനേക്കാളും നാം കാണാൻ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് കേട്ടോ. കാരണം വിശുദ്ധിയുടെ പരിപൂർണതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നാം ആരാധിക്കുന്നത്.
അവനെ പോലെ മറ്റാരുമില്ല. ഇന്ന് പകൽക്കാലം ഏതെല്ലാം പാട്ടുകൾ പാടിയാലും ഏതെല്ലാം ശുശ്രൂഷകൾ നടന്നാലും നമ്മൾ കാണുവാൻ ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുഖമാണ്. ആ മുഖം നാം ദർശിക്കുമ്പോൾ അറിയാതെ വിശുദ്ധിയെക്കുറിച്ചുള്ള പാട്ടുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധിയുടെ പാട്ട് ഇവിടെ നിന്ന് പഠിച്ചിട്ട് വേണം സ്വർഗത്തിൽ പോകാൻ കേട്ടോ. വിശുദ്ധിയുടെ പാട്ട് ഇവിടെ പാടി പഠിച്ചിട്ട് വേണം സ്വർഗത്തിൽ പോകാൻ. അല്ലെങ്കിൽ അവിടെ പാടാതെ പോകും. പാടാതെ പോകും. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി തയ്യാറാകാം. സോ ദൈവത്തിന് ഒത്തിരി സ്വഭാവ വിശേഷങ്ങളുണ്ട്. ക്യാരക്ടർ ട്രെയ്റ്റ്സ് ഓഫ് ഗോഡ്. He is omnipotent, all powerful. He is omniscient, all knowing. He is omnipresent. He is everywhere. He is all loving. He is all compassionate. He is all merciful. എന്നാൽ ദൈവത്തിൻ്റെ ഈ ക്യാരക്ടർ ട്രെയ്റ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, മോസ്റ്റ് പോപ്പുലർ ആൻഡ് most highlighted in God's word, yet unpopular among us, is the holiness of God. ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന ക്യാരക്ടർ ട്രെയ്റ്റ് ആണ് സ്വർഗത്തിലും ഈ വചനത്തിലുമൊക്കെയും ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ക്യാരക്ടർ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ ഏകദേശം 30 തവണ 30 times this repeated use of holiness of God is mentioned. വചനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഏകദേശം 637 തവണ ഇത് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഗാഡ് ഇസ് ഹോളി. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ കമ്പാഷനെക്കുറിച്ചും പറയുന്നതിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഇന്ന് പകൽക്കാലവും ഈ ആലയത്തിനകത്ത് ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുമ്പോൾ അവൻ സ്നേഹം തരുന്നവനാണ്, അവൻ കരുണയുള്ളവനാണ്, അവൻ കമ്പാഷനേറ്റ് ആണ് എന്നതിനേക്കാളും ഏറ്റവും ഉപരിയായി നമ്മെ ആരാധനയ്ക്ക് നയിക്കേണ്ടത് അവൻ്റെ വിശുദ്ധി എന്നുള്ളൊരു ക്യാരക്ടർ ട്രെയ്റ്റ് ആണ്. അവൻ വിശുദ്ധനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കിട്ടിയ സമയത്തിനകത്ത് 4 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. When we understand the holiness of God, this must affect us in 4 ways. നിങ്ങൾ എഴുതിയെടുക്കുന്നവരാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഒന്ന് എഴുതിയെടുക്കണം. Firstly, holiness invites us into submission. Holiness invites us into submission. 6 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നു, the year when Uzziah the king died. Uzziah was a very good king. He was a godly king, because of which his 52 years of reign was a very peaceful, good and godly time. Now, when you have a godly man in the influential places like being a president or prime minister, you feel comfortable and confident to live in the country, right? But when things fall apart, when that godly king or godly president fall apart, when things seems to be very uncomfortable, you think your world is falling apart too. അതുപോലെ നല്ലൊരു ദൈവികമായ വ്യക്തിത്വത്തിന് ഉടമയായ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ already we see in chapter 5 that immorality have already reached the doorstep of Israel. ജനം വളരെ ദൈവഭയത്തിൽ ജീവിച്ച വ്യക്തികളൊക്കെയും ഇപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവാലയത്തിലും പോകാൻ കഴിയാതെ അവർ ദൈവത്തോട് പിറുപിറുത്ത് ദൈവത്തോട് പാപം ചെയ്ത ഒരു ചരിത്രം ഇവിടെ 5-ാം അധ്യായത്തിൽ കാണുന്നു. എന്നാൽ 5-ാം അധ്യായം കഴിഞ്ഞ് 6-ാം അധ്യായം തുടങ്ങുമ്പോൾ King Uzziah marichu. Isaiah the prophet is so much worried and concerned. What is the future of God's people? ഇതുപോലെ നല്ല വ്യക്തിത്വത്തിന് ഉടമയായ ദൈവികമായ ഒരു രാജാവ് മരിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ജനത്തിൻ്റെ പ്രതീക്ഷ എന്താണ്, ഇനിയും ദൈവജനത്തിൻ്റെ ഭാവി എന്താണ് എന്നൊക്കെ വിചാരപ്പെട്ട് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഈ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിഷാദിച്ചിരിക്കുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, നമ്മുടെ ജീവിതവും നമ്മുടെ ലോകവും ഒക്കെ ഏകദേശം അങ്ങനെയല്ലേ? Every day is getting from dark to darkness. We don't see hope, we don't see light, we don't see godliness in our culture, in the country that we live in. But even when we see these immoralities at the highest,
spirituality at the lowest, we know we have hope. Even when King Uzziah died, there is a King of Kings who will never die. അവന്റെ രാജ്യത്വം ഒരിക്കലും മാറിപ്പോകയില്ല. അവൻ എന്നേക്കും രാജാവാണ്. ആ രാജാവിന് മുൻപിൽ എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപറയും യേശു മാത്രം കർത്താവെന്ന്. രാജാക്കന്മാർ വരട്ടെ പോകട്ടെ, രാജ്യങ്ങൾ വരട്ടെ പോകട്ടെ, എത്രയോ സാമ്രാജ്യങ്ങൾ തകർന്നുപോയി, എന്നാൽ ഇന്നും നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ ഈ ദൈവവചനം പറയുന്ന ദൈവ രാജ്യത്തിൻ്റെ രാജ്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ബട്ട് when Isaiah saw all these, he was so much concerned. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ്റെ വിശുദ്ധി ഒരു പ്രോസസ്സിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടതല്ല. He was already a holy God. എക്സോഡസിൽ, പുറപ്പാട് പുസ്തകത്തിൽ ആലയത്തിനകത്ത് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അവർ വിശുദ്ധീകരിച്ചിട്ട് മാത്രമേ ആലയത്തിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. The temple of God itself had to be sanctified, had to be made holy before they could bring their animals or sacrifice for worship. ആലയത്തെ ശുദ്ധീകരിക്കണമായിരുന്നു. പുരോഹിതന്മാർ പോലും ഒരു ശുദ്ധീകരണത്തിലൂടെ പോകാതെ ശുശ്രൂഷയ്ക്ക് മുന്നിൽ നിൽക്കാൻ കഴിയത്തില്ല. അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലും ശുദ്ധീകരണത്തിലൂടെ പോകാതെ അവർക്ക് ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കാൻ കഴിയില്ല. ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം, വെസൽസ് എല്ലാം, ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ശുദ്ധീകരണത്തിലൂടെ പോകാതെ അവർക്ക് ആലയത്തിനകത്ത് ശുശ്രൂഷയ്ക്കായിട്ട് അതിനെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, ഹി ഡസൻറ്റ് ഹാവ് ടു ഗോ ത്രൂ എ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. അവൻ വിശുദ്ധീകരിച്ചവനല്ല, അവൻ വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലവും താൻ മാത്രം അമൃതത്തിൽ വസിക്കുകയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുകയും ചെയ്യുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം നാം സേവിക്കുന്ന യേശു കർത്താവാണ്. ഹല്ലേലൂയ. So the only attribute of God that is repeated in a threefold repetition, holy, holy, holy. വേറെ എങ്ങും വചനത്തിൽ ഈ ഒരു ക്യാരക്ടർ ട്രേറ്റ്, മറ്റൊരു ക്യാരക്ടർ ട്രേറ്റ് ഇതുപോലെ ത്രീഫോൾഡ് റെപ്പിറ്റേഷനോട് പോയിട്ടില്ല. Nowhere do we see in the Bible that God is love, love, love. Nowhere do we see in the Bible that God is compassionate, compassionate, compassionate. Nowhere do we see in the Bible that God is merciful, merciful, merciful. അതൊക്കെ കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം. ഹലോ, ഹി ഈസ് എ ഫോർഗിവിംഗ് ഗോഡ്. അതൊക്കെ നമുക്ക് കേൾക്കാൻ ഇഷ്ടം. ഇന്ന് പകൽക്കാലം ഈ വചനം പറയുന്ന ത്രീഫോൾഡ് റിപ്പിറ്റേഷൻ മറ്റു ഒരു ക്യാരക്ടർ ട്രേറ്റിനും കൊടുത്തിട്ടില്ല. അതൊന്നിനെ കൊടുത്തിട്ടുള്ളൂ, അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ. കമോൺ, പരിശുദ്ധൻ ഒന്ന് പറഞ്ഞേ, അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇന്ന് ഈ ത്രീഫോൾഡ് റിപ്പിറ്റേഷൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കയറാം. ഈ റിപ്പിറ്റേഷൻ്റെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ, കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം, എൻ്റെ മോൻ കുറച്ച് കഴിയുമ്പോൾ മുന്നിൽ വന്നിരിക്കുകയാണെങ്കിൽ ഇവനെ പോലെ നല്ല ഒരു പയ്യൻ വേറെ ലോകത്തിലില്ല കേട്ടോ. നല്ല സ്വഭാവമാണ്. 6 വയസ്സേ ഉള്ളൂ, പറഞ്ഞാൽ കേൾക്കത്തില്ല, അതേ ഉള്ളൂ. പക്ഷെ 6 വയസ്സല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ബട്ട് when I say about my kid, he is good, which means there are other people also good like him. എന്ന് 2 തവണ പറയാണ്, he is good, good. അപ്പോൾ മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടെ മെച്ചമായ ഒരുവനാണ് എൻ്റെ കുഞ്ഞ്. എന്നാൽ if I say my son is good, 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 it means there is no one who can match with his goodness. എന്നാൽ ഈ പരിശുദ്ധനായ ദൈവത്തെ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് സാറാഫുകൾ ആർത്ത് പാടുമ്പോൾ അവിടെ മനസ്സിലാക്കണം, എൻ്റെ ദൈവത്തെ പോലെ മറ്റൊരുവനില്ല കേട്ടോ. അവൻ്റെ വിശുദ്ധിക്ക് തുലനം ചെയ്യുവാൻ, അവൻ്റെ വ്യക്തിത്വത്തിന് തുലനം ചെയ്യുവാൻ ഈ ലോകത്തിൽ ഇനി ആരും വരികയില്ല, ഇതുവരെ വന്നിട്ടുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സെക്കൻഡ്ലി, ഹോളിനെസ് എക്സ്പോസസ് അവർ ട്രാൻസ്ഗ്രഷൻസ്. ഹോളിനെസ് എക്സ്പോസസ് അവർ ട്രാൻസ്ഗ്രഷൻസ്. ഈ ഒരു കാഴ്ച, സ്വർഗീയ കാഴ്ച യെശയ്യാവ് കണ്ടപ്പോൾ what did he respond? He responded, I am doomed, I am ruined. Woe to me, I am doomed, I am ruined. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. ഇന്നത്തെ ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, വോ unto me അല്ല, wow unto me, because we have seen the glory of God. എന്നാൽ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൻ്റെ മഹിമ നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ,
ദൈവത്തിൻ്റെ ആ സൗന്ദര്യം നമ്മൾ ദർശിക്കുമ്പോൾ, അവൻ്റെ വിശുദ്ധിയുടെ പൂർണ്ണത നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മളല്ല എലിവേറ്റ് ആകുന്നത്, നമ്മുടെ കുറവുകളൊക്കെ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരും. പലപ്പോഴും ആരാധനാലയങ്ങൾ, ശുശ്രൂഷ പീഠങ്ങളൊക്കെയും കഴിവുള്ളവരുടെ കഴിവും അവരുടെ നോളജും ഇൻഫോർമേഷനും ഒക്കെ എലിവേറ്റ് ആകുന്ന സ്ഥലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് we are never to be elevated. When God's presence is elevated, when His holiness is elevated, our ungodliness is exposed. Hallelujah. Hallelujah. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനകത്തും ഇന്ന് പകൽക്കാലം ഈ ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഇവിടെ ആരുടെ ശുശ്രൂഷയായിരുന്നു നല്ലത് എന്ന് വിലയിരുത്തുവാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആരുടെ സാരി ആയിരുന്നു നല്ലത് എന്ന് മാർക്കിടാനല്ല വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആരുടെ ആരാധനയായിരുന്നു ഏറ്റവും ബെസ്റ്റ്, ഏത് പാട്ടായിരുന്നു ഇവിടെ പാടിയത്, എനിക്ക് അനുഗ്രഹമായത് എന്ന് പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ അശുദ്ധിയെ ഒന്ന് മാറ്റി ഇന്ന് പകൽക്കാലം വിശുദ്ധനായ ദൈവത്തിൻ്റെ മുഖം കാണുമ്പോൾ അത് കണ്ട് ദർശിക്കുക മാത്രമല്ല, ജീവിതത്തിൽ രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ ഇന്ന് പകൽക്കാലവും സമർപ്പിക്കാൻ കഴിയുന്ന ആരുണ്ട് ഇന്ന് പകൽക്കാലം? When God's presence is elevated, exposes our sinfulness, exposes our ungodliness. പലപ്പോഴും സഭയ്ക്കകത്ത് നമ്മുടെ കുറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് വരാത്തതിൻ്റെ കാര്യം ഇത് നടക്കാത്തത് കൊണ്ടാണ്, പരിശുദ്ധനായ ദൈവത്തെ ഉയർത്താത്തത് കൊണ്ടാണ്. എന്നാൽ ഭജനത്തിലൂടെയും പാട്ടിലൂടെയും പ്രസംഗത്തിലൂടെയൊക്കെയും ഈ പരിശുദ്ധനായ ദൈവത്തെ ഉയർത്തപ്പെടുമ്പോൾ ഉണ്ടല്ലോ, അവർ ലൈഫ് വിൽ നോട്ട് ബി ദ സെയിം എനിമോർ. വി വിൽ ബി ചേഞ്ച്. നമ്മൾ മാറ്റപ്പെടും. എല്ലാ ആരാധനയ്ക്ക് നമ്മൾ വരുമ്പോൾ പറയുന്നൊരു കാര്യമല്ലേ, ലോർഡ് ചേഞ്ച് മൈ സർക്കംസ്റ്റാൻസസ്. ബട്ട് ഗാഡ് വാണ്ട്സ് ടു ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ്, നോട്ട് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് നോട്ട് ചേഞ്ചിങ് യു. ഹി വാണ്ട്സ് ടു ഫസ്റ്റ് ചേഞ്ച് യു ആൻഡ് ദെൻ ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ്. ഇന്ന് പകൽക്കാലം സമർപ്പിക്കണം. ലോർഡ് ചേഞ്ച് മീ, എന്നെ ഒന്ന് മാറ്റ്, എന്നിട്ട് എൻ്റെ അവസ്ഥകളെ ഒന്ന് മാറ്റ്. ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിച്ചവരൊക്കെയും വചനത്തെ കാണുന്നു, അവർക്കൊക്കെയും ജീവിതത്തിൽ ഭയങ്കര രൂപാന്തരത്തിനും മാറ്റത്തിനും കാരണമായി തീർന്നു. ടോക്ക് അബൌട്ട് ജോബ്. ഇയ്യോബിൻ്റെ കാര്യം നമ്മൾ 46-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ കണ്ടു, അവൻ്റെ ശബ്ദം ഞാൻ കേട്ടു എന്ന് ഇയ്യോബ് പറഞ്ഞതിന് ശേഷം അവിടെ പറയാണ്, I despise myself and I repent of the dust and ashes. പത്രോസ് ആണെങ്കിലും യേശുവിനെ തൻ്റെ പടകിനകത്ത് ഒരു എൻകൗണ്ടർ സംഭവിച്ചപ്പോൾ ആ പടക് ശൂന്യമായി കടന്ന് പത്രോസിൻ്റെ പടകിലേക്ക് മീൻ കൂട്ടം ഇങ്ങനെ പെരുന്ന് കയറിയപ്പോൾ പത്രോസും പറഞ്ഞത് എന്താ, ഞാൻ എന്നെ വിട്ടു പോകണം, ഞാൻ അശുദ്ധന, എന്നെ വിട്ടൊന്ന് പോകണം. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയും കാണുമ്പോൾ മനസ്സിലാക്കണം, ഇതൊന്നും ഞാൻ പ്രാപ്തിയുള്ളവനല്ല, ഇതിനൊന്നും യോഗ്യനായവനല്ല, അവൻ്റെ കരുണ ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് ഈ ഭാവിയായ എന്നെ സ്നേഹിച്ച ഈ ദൈവത്തെ ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നത്. Thirdly, holiness mandates purification. ഉടനെ സംഭവിച്ച കാര്യം നമ്മൾ കാണുന്നു. 5-ാം വാക്യത്തിന് പിന്നെ 6-ഉം 7-ഉം ഒക്കെ കാണുന്നുണ്ട്. ഒരു ദൂതനെ അങ്ങോട്ട് ദൈവം അയച്ചു. എന്നിട്ട് അശുദ്ധിയുള്ള ഏത് സ്ഥലമാണോ അവിടെ ഒരു തീക്കനൽ കൊണ്ടുവച്ചു. യെശയ്യാവ് സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു. എന്നാൽ യെശയ്യാവിന് അവൻ്റെ പോപ്പുലാരിറ്റി അല്ലായിരുന്നു വലുത്, അവൻ്റെ പേഴ്സണാലിറ്റി ആയിരുന്നു അവൻ കാണാൻ ആഗ്രഹിച്ചത്. ഇന്ന് പകൽക്കാലം യെശയ്യാവിനെ പോലെ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി ഒന്ന് കാണണം കേട്ടോ. ഏത് അവയവമാണ് ഇന്ന് പകൽക്കാലം ഒരു ശുദ്ധീകരണം ആവശ്യമാകുന്നത്, അതിലേക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം, ആ തീക്കനൽ വെച്ച് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. Tongue was the problem for Isaiah. What is our problem? അതിലേക്ക് ഇന്ന് പകൽക്കാലം ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അല്ല, ഞാൻ ചിന്തിക്കുകയായിരുന്നു, അന്നും ഇന്നും ഇതാ പ്രശ്നം, നാവ്. ഞങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? അന്നും ഇന്നും മറ്റുമൊന്നുമല്ല വിഷയം, നാവാ വിഷയം. സഭയ്ക്കകത്ത് പ്രശ്നം നാവാ, കുടുംബത്തിനകത്തും പ്രശ്നം നാവാ, സമൂഹത്തിലും പ്രശ്നം നാവാ. ഇന്നും പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ കാരണം നാവാ. ഇന്നും പല സഭകളുടെയും താഴ്ചയിലേക്ക് പോകുന്നതിൻ്റെ കാര്യം നാവാ. പലരുടെയും ഭാവി
കുരുക്കിനകത്ത് കെട്ടിപ്പോകുന്നത് നാവാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം, ഈ നാവിനെ അങ്ങ് ശുദ്ധീകരിക്കണം, ഈ നാവിനെ ശുദ്ധീകരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ കൂട്ടുകാരെയോ നമ്മുടെ സഹോദരിയോ സഹോദരനെയോ അടുത്തിരിക്കുന്ന വ്യക്തിയോ ജഡ്ജ് ചെയ്യാനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് എക്സ്പോസ് ചെയ്യണമേ, എൻ്റെ അശുദ്ധി ഒന്ന് എക്സ്പോസ് ചെയ്യണമേ. അവൻ്റെ ആ പ്യൂരിഫിക്കേഷൻ, അവൻ്റെ ആ ഹോളിനെസ് കാണുമ്പോൾ, ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധിയുടെ പൂർണ്ണത നമ്മൾ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ അശുദ്ധി എവിടെയാണ്? നാവാണെങ്കിൽ നാവ്, കാതാണെങ്കിൽ കാത്, കണ്ണാണെങ്കിൽ കണ്ണ്, അത് ഏത് അവയവമാണ്? ഇന്ന് പകൽക്കാലം ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് പറയുന്നതിന് മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തിക്കെത്താനും ശ്രദ്ധിച്ചേ. ഏറ്റവും ആദ്യം ഞാൻ കരമുയർത്തും കേട്ടോ, ഏറ്റവും ആദ്യം ഞാൻ കരമുയർത്തും. ഐ നീഡ് എ പ്യൂരിഫിക്കേഷൻ ദിസ് മോർണിംഗ്. ഹല്ലേലൂയ. Unholiness and holiness cannot live together. No. Unholiness and holiness cannot coexist together. ചിലർ പറയാറുണ്ട്, ഫാസ്റ്ററെ ഞാൻ പുറമെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അകത്ത് ഭയങ്കര അശുദ്ധിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുറമെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അകത്ത് ഞാൻ ഭയങ്കര ശുദ്ധനാണ്, അത് പുറത്ത് കാണിക്കാത്തതാണ്. നോ 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 നോ. ഈ ആലയം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അത് അകവും പുറവും ദൈവത്തിൻ്റെ മന്ദിരമാണ്. അകത്തെന്താണോ അതേ പുറത്ത് വരത്തുള്ളന്നേ. ഹലോ, ഞായറാഴ്ച മുഖം മൂടി വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് കാണിക്കുമ്പോൾ ഓർക്കുക, അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് പുറത്ത് വെളിപ്പെടും. അകത്ത് അശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതും വെളിപ്പെടും. ഇന്ന് പകൽക്കാലം ഒന്ന് ചോദന ചെയ്യാം, ഇതിനകത്ത് അശുദ്ധാത്മാവാണോ പരിശുദ്ധാത്മാവാണോ എന്ന്. ഇന്ന് പകൽക്കാലം ഓർക്കുക, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകി കാൽവരി ക്രൂശിൽ മരിച്ചത് ഹല്ലേലൂയ നമ്മുടെ പാപത്തിന് വേണ്ടിയാണെങ്കിൽ അതിന്ന് പകൽക്കാലം ഇറക്കി വെക്കുവാൻ നല്ലൊരു പാദപീഠമാണ് യേശുവിൻ്റെ പാദപീഠം. ആ ക്രൂശിലെ രക്തം ഇന്നും നമ്മുടെ പാപത്തെ മോചിക്കുവാൻ ശക്തമുള്ളതാണ്. ആ പാപത്തെ ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. 1 Petrus 3:8 For Christ died for sins once and for all, the righteous for the unrighteous, to bring you to God. There was a gap. There was a gap between us and God. There was a gap between Isaiah and the presence of God. That was sin. That was sin. ഇന്നും ദൈവജനവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് ഗ്യാപ്പ് മറ്റൊന്നുമല്ല, പാപം മാത്രമാണ്. Praise you, Father. Hallelujah. Hallelujah. അതുകൊണ്ട് മനുഷ്യൻ വിചാരിച്ചു നമുക്കങ്ങ് ദൈവത്തിൻ്റെ അടുത്തേക്ക് അങ്ങ് പോകാമെന്ന്. അതിനാ റിലീജിയൻ എന്ന് വിളിക്കുന്നത്. Religion is an attempt to reach God and reach the divinity, reach the divine nature of God. അതുകൊണ്ട് they set a law, they set a system, do's and don'ts to reach God. എന്നാൽ religion is a total failure. Religion is a total failure. എത്രമാത്രം ജനം ഈ റിലീജിയൻ മതത്തിലൂടെ ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് എത്തുവാൻ ശ്രമിച്ചോ, അതൊക്കെയും പരാജയമായി തീർന്നു. എന്നാൽ അവിടെയാണ് ഈ സുവിശേഷം എന്ന റിലീജിയനല്ല, സുവിശേഷം എന്ന റിലേഷൻഷിപ്പ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പോയതല്ല. എന്നാൽ സുവിശേഷം ദൈവം മനുഷ്യരൂപമെടുത്ത് മനുഷ്യനെ തേടി വന്ന ഒരു ചരിത്രമാണ്. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും ദൈവത്തോട് അടുക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ടോ നമ്മുടെ കൊടുക്കൽ വാങ്ങലിലൂടെയോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം വിചാരിച്ചു, I will send my only begotten son, for whosoever believeth in him shall not perish but have eternal life. ഇന്ന് പകൽക്കാലം യേശു എന്നെ തേടി വന്നത് കൊണ്ടാണ് ഇന്ന് ഈ ആലയത്തിൽ ഇരിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയും, അവൻ ആരംഭത്തിലേ എന്നെ അവൻ കണ്ടു, ഞാൻ അവനെ സ്നേഹിച്ചതല്ല, അവൻ മുമ്പേ എന്നെ സ്നേഹിച്ചു. ഇന്ന് പകൽക്കാലം പറ, ഈ സ്നേഹം കാരണമാണ് ഇതിനകത്തിരിക്കുന്നത്. ഈ സ്നേഹം കാരണമാണ് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടായത്. God coming in search of man, that's gospel, that's religion, that's relationship of God. Fourthly, holiness initiates a commission. Holiness initiates a commission. ഇത് സംഭവിച്ച ഉടനെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ യെശയ്യാവിന് കഴിഞ്ഞു. അതുവരെയും ദൈവം സംസാരിച്ചത് നാം കാണുന്നില്ല. തൻ്റെ ഈ കാഴ്ചയും താൻ ദൈവത്തോട് സംസാരിക്കുന്നതും സ്വർഗത്തിലെ ആരാധനയുമൊക്കെയാണ് താൻ കേട്ടത്. എന്നാൽ ഇവിടെ ഇതാ 8-ാം വാക്യത്തിൽ താൻ ദൈവശബ്ദം കേൾക്കുകയാണ്.
ദൈവശബ്ദം ഇങ്ങനെയാണ്, ഞാൻ ആരെ? Then I heard the voice of the Lord saying, whom shall I send and who will go for us? ഇന്ന് പകൽക്കാലം ദൈവം ഇതാ അന്വേഷിക്കുന്നത്, whom shall I send, who shall go for us? എവിടേക്ക് അയച്ചത് അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. 7-ാം വാക്യത്തിൽ നാം കാണുന്നു, with it he touched my mouth and said, see, this has touched your lips. Your guilt has taken away and your sins atoned for. അതിൻ്റെ 5-ാം വാക്യം, woe to me, I cried, I am ruined, for I am a man of unclean lips and live among a people of unclean lips. അപ്പോൾ യെശയ്യാവിന് മാത്രമല്ലായിരുന്നു അൺക്ലീൻ ലിപ്സിൻ്റെ, അശുദ്ധിയുള്ള നാവിൻ്റെ കുഴപ്പം, താൻ വസിച്ച ജനത്തിനും ഈ കുഴപ്പമുണ്ടായിരുന്നു. ദേ ആർ ഓൾസോ പീപ്പിൾ ഓഫ് അൺക്ലീൻ ലിപ്സ്. അവരുടെ ഇടയിലേക്കാണ് ആരെ അയച്ചിരിക്കുന്നത്? യെശയ്യാവിനെ അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. വൺസ് വി റിസീവ് ദ ലൈറ്റ്, we become the light. Once we receive the light, we don't hide the light on a Sunday and take it home on Monday through Saturday and bring it back on Sunday. എന്നാൽ ഈ വെളിച്ചം ലഭിച്ച ആള് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരാനാ. Once we receive grace, we show grace. Once we receive salvation, we become the agents or beacons of salvation. ഇന്നും ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ മ്ലേച്ഛത കാണുമ്പോൾ അതിനെ കണ്ണ് അടച്ചു പോകുവാനല്ല, അനീതി കാണുമ്പോൾ അതിനെ മറികടന്ന് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. Will you become the hands and legs for Jesus? Will you become the mouthpiece of my God? Will you take the baton of taking the love of God to those people around you? Does your neighbor know that you are a Christian? ഇങ്ങനൊരു ബുക്ക് ഞാൻ വായിച്ചപ്പോൾ എന്നെ ശ്രദ്ധപ്പെടുത്തിയ ഒരു കാര്യമാണ്, does your dog know you are a Christian? Hello? Does your dog know you are a Christian? Does your neighbor know you are a Christian? ഇന്ന് പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച മാത്രമായി തീരുന്നവരുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. ഞായറാഴ്ച വരുന്നത് ദൈവത്തിലേക്ക് കൊടുക്കുവാനാണ്, കർത്താവിലേക്ക് നമ്മളെ സമർപ്പിക്കുവാനാണ്. എന്നാൽ പ്രാപിച്ചതൊക്കെയും മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുവാൻ തിങ്കൾ മുതൽ ശനി വരെ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ലോകം യേശുവിനെ അറിയുവാൻ ഇന്നും എത്രയോ കോടി ജനം ആയിരിക്കുന്നു. ഹല്ലേലൂയ. അതിന് എന്നെ ഒരു വക്താവാക്കി ദൈവം തീർക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കും? Will you become the hands and legs of Jesus? Will you take this commission? വിശുദ്ധി പ്രാപിച്ച യെശയ്യാവ് അടുത്തത് കേട്ടത്, ഞാൻ ആരെനിക്കായി. അപ്പോൾ യെശയ്യാവിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? ലോർഡ്, ഹിയർ ഐ ആം, സെൻഡ് മീ. ഹിയർ ഐ ആം, സെൻഡ് മീ. ആ കമ്മീഷനാണ് ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഈ രാജ്യത്ത് വരുവാനും, ഈ രാജ്യത്ത് നന്മ പ്രാപിക്കുവാനും, ഈ രാജ്യത്തിൽ നല്ല ജോലി കിട്ടുവാനും, നല്ല കുടുംബത്തെയൊക്കെ കർത്താവ് നമുക്ക് തന്നില്ലേ. എന്നാൽ അതിൽ ഒതുങ്ങി നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൻ്റെ വെളിച്ചമായി ഈ ദേശത്തിലെ ഫ്ലോറിഡയിൽ, ഓർലാൻഡോയിൽ യേശുവിന് വേണ്ടി പ്രകാശിക്കുവാൻ എത്ര പേർ തയ്യാറാകും? കമോൺ. ഈ ലോകത്തിൻ്റെ ഉപ്പായി തീരുവാൻ എത്ര പേർക്ക് തയ്യാറായി മാറും? ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ വെളിച്ചമായി കർത്താവ് ഇന്നും പലരെ അന്വേഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. Will you receive this invitation and come to God? Hallelujah. How do you know that you have been commissioned and you are being sent? How do you know? You will hate what God hates. You will love what God loves. You will hate what God hates. You will love what God loves. ഇന്ന് പലപ്പോഴും നേരെ തിരിച്ചാ. ദൈവം ഇഷ്ടപ്പെടുന്നതിനൊന്നും നമ്മൾക്ക് ഇഷ്ടമല്ല, ദൈവം വെറുക്കുന്നതിനൊക്കെ നമുക്ക് അങ്ങോട്ട് ഇഷ്ടമാണ്. ഇന്ന് പകൽക്കാലം ഓർക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായി ഇന്ന് മാറണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഇഷ്ടം എന്താണോ അതാവട്ടെ നമ്മുടെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വെറുപ്പ് എന്താണോ അതിനെ വെറുക്കുവാൻ ഒരു തലമുറയെ ഇന്ന് പകൽക്കാലം ദൈവം അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എഴുതുന്നത് 740 BC എന്നാൽ യോഹന്നാൻ്റെ വെളിപ്പാട് താൻ കാണുന്നത് 100 AD. അപ്പോൾ ഈ ഹോളിനെസ്സിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ എഴുതുന്നതും ഈ ദർശനം, സ്വർഗത്തിലെ ദർശനം കാണുന്നത്, പിന്നീട് റെവലേഷനിൽ യോഹന്നാൻ ഈ ദർശനം പത്മോസ് ദ്വീപിൽ കാണുന്നത് തമ്മിൽ ഏകദേശം 750 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട്. 750 വർഷത്തെ ഗ്യാപ്പ്. ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, 750 വർഷത്തിലും
ഈ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള പാട്ട് മങ്ങിയിട്ടില്ല കേട്ടോ. അന്നും പാടുന്നത് അവൻ പരിശുദ്ധൻ എന്നാണ്. 750 വർഷം കഴിഞ്ഞും യോഹന്നാൻ കേൾക്കുന്നത് സ്വർഗത്തിലെ പാട്ട് അവൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിക്കാം. അവൻ്റെ പരിശുദ്ധിയുടെ മുൻപിൽ നമ്മൾ ഏതുമില്ല. ഇന്നും നമ്മുടെ പാട്ട് അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചാവട്ടെ, നമ്മുടെ ജീവിതം അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചാവട്ടെ, നമ്മുടെ സാക്ഷ്യം അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചാവട്ടെ. ഹല്ലേലൂയ. ചക്ക് കാൾസൺ എന്ന് പറയുന്നൊരു ഫിലോസഫർ ഇങ്ങനെ പറഞ്ഞു, ദി ഹോളിനെസ് ഈസ് ആൻ എവറി ഡേ ബിസിനസ് ഓഫ് എവറി ക്രിസ്ത്യൻ. ഇറ്റ് എവിഡൻസസ് ഇറ്റ്സെൽഫ് ഇൻ ദ ഡിസിഷൻസ് വി മേക്ക് ആൻഡ് ദ തിങ്സ് വി ഡു അവർ ബൈ അവർ, ഡേ ബൈ ഡേ. ഒരിക്കൽ കൂടി എന്ന് പറയാം, holiness is the everyday business of every Christian. It evidences itself in the decisions we make and the things we do hour by hour, day by day. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനകത്തെ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുകയല്ലേ, ഒന്ന് പ്രാർത്ഥിക്കുക. ഇത് കഴിഞ്ഞ് പോകുമ്പോൾ നാളെ എൻ്റെ ജീവിതം ഇന്നത്തെ പോലെയല്ല, കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആകുവാൻ, കൂടുതൽ അവൻ്റെ വിശുദ്ധിയുടെ ആ ഒരു ഡെപ്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങുവാൻ. ദൈവം തൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഇപ്രകാരം മറ്റൊരു വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ദൈവത്തിനറിയാം ഈ ക്യാരക്ടർ ട്രേറ്റ് എനിക്ക് വേറെ ആർക്കും കൊടുക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് ഏതെങ്കിലും ക്യാരക്ടർ ട്രേറ്റ് ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ കഴിയുന്നെങ്കിൽ അതിത് മാത്രമേ ഉള്ളൂ കേട്ടോ. ദൈവത്തിലേക്ക് വരുവാൻ നമ്മുടെ ക്വാളിഫയർ മറ്റൊന്നുമല്ല. ഒത്തിരി സ്നേഹിച്ചത് കൊണ്ട് ദൈവം നമ്മളെ കൈക്കൊള്ളത്തില്ല. ഒത്തിരി കരുണ കാണിച്ചത് കൊണ്ട് ദൈവം നമ്മളെ കൈക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ദൈവത്തെ പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് തന്നിരിക്കുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് വാട്ട് പ്ലീസസ് ഗോഡ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. എല്ലാ ദിവസവും, എല്ലാ നടപ്പിലും, എല്ലാ വാക്കിലും, എല്ലാ പ്രവൃത്തിയിലും എൻ്റെ ദൈവത്തെ പോലെ ആകുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും? കണ്ണുകളടക്കം നമുക്ക് പ്രാർത്ഥിക്കാം. ലോർഡ്, we are at your feet this morning, O Lord Father, along with all the angels, along with the seraphims. We together sing unto the Lord, holy, holy, holy is the Lord Almighty. Lord, when we see your presence, when we see the magnified glory and holiness of our God, Lord, we pray this morning, let it lead us into a transformation where our life is changed, our words are changed, our attitudes are changed, our behavior is changed, our habits are changed, and we will be more like your Son, Jesus Christ. Father, I pray every single person at the sound of my voice may take this into their heart, because this is what pleases you, and this is what accreditates us to be your children, O Lord Father. To that extent, we humble ourselves. In Jesus' mighty name we pray. Amen. Thank you, and God bless you.